ഷൊർണൂർ മുണ്ടായ സ്വദേശി നിജിലിനായി കൈകോർത്ത പാലക്കാട്ടെ യുവത. നിജിലിന് ബീസൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ്. നിജിലിന്റെ ചികിത്സാ ചെലവിലായി ഡിവൈഎഫ്ഐ 50 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറി. പാലക്കാട് ജില്ലയിലെ വീടുകളിലും കടകളിലും കയറി ബക്കറ്റ് പിരിവ് നടത്തിയും പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുമാണ് നിജിലിനായി പാലക്കാട്ടെ യുവാക്കളുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിയത്. മാരകമായ ക്യാൻസർ രോഗബാധിതനായ ഷൊർണൂർ മുണ്ടായ സ്വദേശിയും ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് പ്രസിഡന്റും കൂട്ട് നാടൻപാട്ട് കലാസംഘത്തിലെ ഗായകനുമായ നിജിലിൻ്റെ ചികിത്സക്കായി ജില്ലയിൽ നിന്ന് സമാഹരിച്ചത് 50 ലക്ഷം രൂപയാണ്. സമാഹരിച്ച 50 ലക്ഷം രൂപ നിജിലിൻ്റെ സഹോദരന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കൈമാറി. ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൂടിയായിരുന്ന സഖാവ് നിജിൽ മികച്ച ഗായകനായിരുന്നു. അദ്ദേഹത്തിന് ബാധിച്ച ഒരു അസുഖം അതല്പം പ്രയാസകരമായ ഒരു അസുഖമായിരുന്നു. ആ അസുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചെലവ് ആ അസുഖം ചികിത്സിച്ച് അസുഖത്തിൽ നിന്ന് മുക്തനാകണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്ന് ഡോക്ടർമാരും അതുപോലെ തന്നെ ആശുപത്രി അധികാരികളുമൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ ആ ചികിത്സാ ചെലവ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ആലോചിക്കുന്ന സമയത്താണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയമായി ഈ പണം നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വരികയും അതിനുവേണ്ടി ഇറങ്ങുകയും ചെയ്തത്. അങ്ങനെ ഈ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ വിവിധ ഘടകങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വിഷയം പറയുകയും അങ്ങനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സഹകരണം ഉണ്ടാവുകയും അതോടൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം കൂലിയുടെ ഒരു ഭാഗം ഒക്കെ ഈ ഫണ്ടിലേക്ക് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് 50 ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ചത്. ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ ജയപ്രകാശിൻ്റെയും CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസിൻ്റെയും സാന്നിധ്യത്തിലാണ് ധനസഹായം കൈമാറിയത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PV രതീഷ്, M രണ്ടീഷ്, ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.